കേരളത്തിലെ ഏറ്റവും പഴയ സെൻട്രൽ ജയിൽ ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ ജയിൽ. ജയിൽ ചട്ടപ്രകാരം കേരളത്തിലെ ജയിൽ ഭരണത്തെ എത്ര മേഖലകളായി തിരിച്ചിട്ടുണ്ട്? 3. റീജിയണൽ തലത്തിൽ ജയിൽ വകുപ്പിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? DIG. കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജയിൽ സംവിധാനം ബോസ്റ്റൽ സ്കൂൾ 18 മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ജയിലിലെ അന്തേവാസികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? അസിസ്റ്റന്റ് ജയിലർ. കേരളത്തിലെ ഏക വനിതാ ജയിൽ വനിതാ സെൻട്രൽ ജയിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര. ഒരു ജയിലിന്റെ ഭരണപരമായ പൂർണ്ണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സൂപ്രണ്ട്. അന്തേവാസികളുടെ മാനസിക മാറ്റത്തിനായി നടപ്പിലാക്കുന്ന ഫ്രീഡം ഫുഡ് പദ്ധതി തുടങ്ങിയത് എവിടെയാണ്? സെൻട്രൽ ജയിൽ തിരുവനന്തപുരം. ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് അനുവദിക്കുന്ന അവധി ഏത് പേരിൽ അറിയപ്പെടുന്നു? പരോൾ. കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി ജയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? വിയ്യൂർ. ജയിൽ അന്തേവാസികൾക്ക് നൽകുന്ന തിരിച്ചറിയൽ നമ്പർ അറിയപ്പെടുന്നത് പ്രിസൺ നമ്പർ. കേരള ജയിൽ വകുപ്പിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള തസ്തിക ഏതാണ്? പ്രിസൺ ഓഫീസർ, വാർഡൻ. റിമാൻഡ് പ്രതികളെ പാർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ജയിലുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സബ് ജയിൽ. കേരള ജയിൽ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിന്റെ പേരെന്ത്? ഇ-പ്രിസൺസ്. സംസ്ഥാനത്ത് ജയിൽ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്ന ആസ്ഥാനം എവിടെയാണ്? തൃശൂർ രാമവർമ്മപുരം. തടവുകാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ആരാണ്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റുകൾ. ജയിൽ ഭക്ഷണത്തിൽ മാംസാഹാരം ഉൾപ്പെടുത്തുന്ന ദിവസം സാധാരണയായി ഏതാണ്? ഞായർ. കേരള ജയിൽ വകുപ്പിന് കീഴിലുള്ള ശ്രീ ചിത്തിര തിരുനാൾ റെസ്ക്യൂ ഹോം എവിടെയാണ്? തിരുവനന്തപുരം. ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കാൻ നിയമിതരായ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന നായവിഭാഗം ജയിൽ K9 സ്ക്വാഡ്. ജയിലിലെ ശിക്ഷാ കാലയളവിൽ മികച്ച പെരുമാറ്റം കാഴ്ചവെക്കുന്നവർക്ക് ശിക്ഷയിൽ ലഭിക്കുന്ന ഇളവ് റിമിഷൻ. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ എവിടെയാണ്? ചീമേനി, കാസർഗോഡ്. മഴവില്ല് എന്ന പദ്ധതി ജയിലിൽ ആർക്കുവേണ്ടിയുള്ളതാണ്? ട്രാൻസ്ജെൻഡർ അന്തേവാസികൾക്ക്. ജയിൽ ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിൽ ധരിക്കുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം അനുസരിച്ച് പദവി തിരിച്ചറിയാം. ഈ നക്ഷത്രം ധരിക്കുന്ന ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് ജയിലർ. ഒരു നക്ഷത്രം ധരിക്കുന്ന ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് ജയിലർ. കേരള ജയിൽ വകുപ്പ് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? ആഭ്യന്തര വകുപ്പ്. കേരളത്തിലെ ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതു വർഷമാണ് സ്ഥാപിതമായത്? 1896. തിരുവനന്തപുരം പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിൽ നിലവിൽ വന്നത് എന്നാണ്? 1886. നെട്ടുകാൽ തേരി തുറന്ന ജയിൽ ഉദ്ഘാടനം ചെയ്തത് 1962 ഓഗസ്റ്റ് 28-ന്. കൊച്ചിയിലെ സെൻട്രൽ ജയിൽ വിയ്യൂരിലേക്ക് മാറ്റിയ വർഷം 1914. തിരുവിതാംകൂറിൽ ജയിൽ ഇൻസ്പെക്ടർ ജനറൽ തസ്തിക ആദ്യമായി രൂപീകരിച്ചത് എന്ന്? 1953. കേരള ജയിൽ ചട്ടങ്ങൾ ആദ്യമായി രൂപീകരിച്ചത് ഏത് വർഷം? 1958. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സ്ഥാപിതമായത് എവിടെ? നെയ്യാറ്റിൻകര 1990. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് നിലവിൽ വന്ന വർഷം 2010. ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ സിഗ സ്ഥാപിതമായ വർഷം 1957. നെട്ടുകാൽ തേരി തുറന്ന ജയിൽ സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്ത അന്നത്തെ ആഭ്യന്തരമന്ത്രി ആര്? PT ചാക്കോ. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിൽ വിയ്യൂർ. ഏറ്റവും ഒടുവിൽ നാലാമതായി നിലവിൽ വന്ന സെൻട്രൽ ജയിൽ തവനൂർ. ജയിൽ നിയമപ്രകാരം പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾസ് എന്നാൽ? മദ്യം, മയക്കുമരുന്ന്, മൊബൈൽ ഫോൺ. തടവുകാരുടെ പരാതികൾ കേൾക്കാൻ ജയിൽ സന്ദർശിക്കുന്ന മജിസ്ട്രേറ്റ് വിസിറ്റിംഗ് മജിസ്ട്രേറ്റ്. ജുവനൈൽ തടവുകാരെ പാർപ്പിക്കേണ്ടത് എവിടെ? ഒബ്സർവേഷൻ ഹോം. ജയിൽ ഉദ്യോഗസ്ഥരുടെ യൂണിഫോം നിശ്ചയിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാർ. ജയിൽ നിയമങ്ങൾ ലംഘിക്കുന്ന തടവുകാരെ പാർപ്പിക്കുന്ന സെൽ പണിഷ്മെന്റ് സെൽ അഥവാ സോളിറ്ററി കൺഫൈൻമെന്റ്. തടവുകാരെ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം പ്രിസണേഴ്സ് അറ്റൻഡൻസ് ഇൻ കോർട്ട് ആക്ട്.
തടവുകാരുടെ മാനസിക ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന ഉദ്യോഗസ്ഥൻ സൈക്കോളജിസ്റ്റ് അഥവാ മെഡിക്കൽ ഓഫീസർ. തുറന്ന ജയിലുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ആക്ട് സെക്ഷൻ 6. ഒരു തടവുകാരനെ മറ്റൊരു ജയിലിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നത് ആരാണ്? ജയിൽ DGP. തടവുകാരുടെ തൊഴിലും വേതനവും സംബന്ധിച്ച വിവരം നൽകുന്ന സെക്ഷൻ 65. റിമാൻഡ് പ്രതികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? ജില്ലാ ജയിൽ അല്ലെങ്കിൽ സബ് ജയിൽ. ജയിൽ ഉദ്യോഗസ്ഥർ തടവുകാരുമായി കച്ചവടത്തിലേർപ്പെടുന്നത് നിരോധിക്കുന്ന സെക്ഷൻ 18. ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഏത് IPC സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്? സെക്ഷൻ 224. ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകുന്ന അധികാരം ആർക്കാണ്? ഗവർണർ അല്ലെങ്കിൽ സർക്കാർ. തടവുകാർക്ക് നിയമസഹായം ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 42. ജയിലിലെ സന്ദർശകരെ സംബന്ധിച്ച ചട്ടങ്ങൾ പറയുന്ന സെക്ഷൻ 50. ജയിലിലെ അച്ചടക്ക ലംഘനത്തിന് നൽകാവുന്ന ശിക്ഷകളെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 72. സ്ത്രീ തടവുകാരെ പാർപ്പിക്കേണ്ട രീതികളെക്കുറിച്ച് വിവരിക്കുന്ന സെക്ഷൻ 31. ജയിൽ ഉദ്യോഗസ്ഥരുടെ ചുമതലകളെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 12. തടവുകാരുടെ ഭക്ഷണക്രമം നിശ്ചയിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 35. ഒരു തടവുകാരന് കഠിന തടവ് അനുഭവിക്കാൻ ശാരീരിക ക്ഷമതയുണ്ടോ എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 30. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ട് 2010 സെക്ഷൻ 30 പ്രകാരം ശിക്ഷിക്കപ്പെട്ട ഒരു തടവുകാരനെ ജയിലിൽ പ്രവേശിപ്പിച്ച എത്ര സമയത്തിനുള്ളിൽ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കണം? ആസ് സൂൺ ആസ് പോസിബിൾ. സെക്ഷൻ 30 അനുസരിച്ച് പരിശോധനയ്ക്കു ശേഷം മെഡിക്കൽ ഓഫീസർ തടവുകാരന്റെ ആരോഗ്യ വിവരങ്ങൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഹിസ്റ്ററി ടിക്കറ്റിൽ. കേരളത്തിൽ തടവുകാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഇപ്പോഴത്തെ നിയമം കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് റൂൾ 2014. സെക്ഷൻ 30 പ്രകാരം ഒരു തടവുകാരനെ പരിശോധിച്ച ശേഷം മെഡിക്കൽ ഓഫീസർ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉൾപ്പെടാത്തത് എന്താണ്? തടവുകാരന്റെ മുൻകാല കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നില്ല. ജയിൽ അന്തേവാസികൾ തയ്യാറാക്കുന്ന ഭക്ഷണ വിതരണ ശൃംഖലയുടെ പേര് ഫ്രീഡം ഫുഡ് ഫാക്ടറി. ബോർസ്റ്റർ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കുന്ന തടവുകാരുടെ പ്രായപരിധി എത്ര? 18-നും 21 വയസ്സിനും ഇടയിൽ. A ക്ലാസ് തടവുകാരിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ? പതിവ് കുറ്റവാളി അല്ലാത്തവരും സൽസ്വഭാവികളായിട്ടുമുള്ള തടവുകാർ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരന്റെ ഭാരവും ഉപയോഗിക്കേണ്ട കയറിന്റെ അളവും തമ്മിലുള്ള ശരിയായ ജോഡി കണ്ടെത്തുക. ഇവയെല്ലാം ശരിയാണ്. 44 കിലോവിൽ താഴെയാണെങ്കിൽ 1.98 മീറ്റർ, 57 കിലോവിന് താഴെയാണെങ്കിൽ 1.83 മീറ്റർ, 70 കിലോവിൽ താഴെയാണെങ്കിൽ 1.68 മീറ്റർ. തടവുകാരന്റെ സാധാരണ അവധി കണക്കാക്കുന്നത് എങ്ങനെ? ഒരു കലണ്ടർ വർഷത്തിൽ 60 ദിവസം, ത്രൈമാസത്തിൽ 15 ദിവസം, 6 മാസത്തിൽ 30 ദിവസം. ശരിയായവ തിരഞ്ഞെടുക്കുക. ഡെറ്റിന്യൂ എന്നാൽ ഏതെങ്കിലും നിയമത്തിന് കീഴിൽ കരുതൽ തടങ്കലിൽ വ്യവസ്ഥ ചെയ്യാൻ ക്ഷമതയുള്ള ഒരു അധികാര സ്ഥാപനം പുറപ്പെടുവിപ്പിച്ച വാറന്റോ റിട്ടോ ഉത്തരവ് വഴി ഒരു പ്രിസണിലേക്ക് അയക്കപ്പെട്ട ഏതൊരാളും എന്ന് അർത്ഥമാക്കുന്നു. ഏതൊക്കെ ജയിലുകൾ സംയോജിപ്പിച്ചാണ് ജയിൽ വകുപ്പ് രൂപം നൽകിയത്? ട്രാവൻകൂർ, കൊച്ചിൻ സ്റ്റേറ്റ്, ബ്രിട്ടീഷ് മലബാർ സ്റ്റേറ്റ് ജയിലുകൾ. സെൻട്രൽ ജയിലിൽ വനിതാ തടവുകാർക്കായി പ്രത്യേകം ബ്ലോക്ക് സ്ഥാപിച്ച വർഷം 1904. നിരാലംബരായ തടവുകാർക്ക് ജയിലിൽ നിന്ന് വിടുതൽ ചെയ്യുമ്പോൾ അവരുടെ വീടുകളിൽ എത്തിക്കാനാവശ്യമായ പണം നൽകുന്നതിന് ഉത്തരവ് നൽകിയ വർഷം 1890. കേരള സംസ്ഥാന രൂപീകരണത്തോടെ രൂപം കൊണ്ട ജയിൽ സംവിധാനങ്ങൾ അഥവാ ജയിൽ വകുപ്പുകൾ. ജയിൽ IG-യുടെ കാര്യാലയം, സെൻട്രൽ ജയിലുകൾ, കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്നൊരു ബോർസ്റ്റർ സ്കൂൾ. ഭക്ഷ്യ ഉൽപാദനത്തിനായി ഹരിത പദവി നേടിയ കേരളത്തിലെ ജയിൽ ചീമേനി തുറന്ന ജയിൽ. തടവുകാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യ ജയിൽ പൂജപ്പുര. കേരളത്തിലെ ജയിലുകളിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതി ഹാജരാക്കൽ സംവിധാനം ആരംഭിച്ച വർഷം 2005. 1921 മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ പാർപ്പിച്ചിരുന്ന പ്രധാന ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ. ബുദ്ധിശക്തി കണക്കാക്കുന്ന ഫോർമുല. ഓപ്ഷൻ A ആണ് ആൻസർ.
മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ഭയം, സ്നേഹം, ദേഷ്യം എന്നിവ ഏത് തരം പ്രതികരണങ്ങളാണ്? വികാരാധീനം. സ്വയം തിരിച്ചറിവിനെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ. എബ്രഹാം മാസ്ലോ. പഠനത്തിലെ ശ്രമപരാജയ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ട്രയൽ ആൻഡ് ഇറർ. തോൺടൈക്ക്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? മുഴുവനായ അവസ്ഥ. ഒരു വ്യക്തി മറ്റുള്ളവരോട് ഇടപെടാൻ മടിക്കുന്ന സ്വഭാവം? ഇൻട്രോവേർട്ട്. പുതിയൊരു കാര്യം പഠിക്കുന്നതിന് മുൻപ് പഠിച്ച കാര്യം മനസ്സിലാക്കുന്ന അവസ്ഥ? ഇൻഹിബിഷൻ. മോട്ടിവേഷൻ എന്ന പദം ഉണ്ടായത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? ഓപ്ഷൻ എ. സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എൻഡോർഫിൻ. മനസ്സിൻ്റെ ബോധപൂർവമല്ലാത്ത ഭാഗത്തെ എന്ത് വിളിക്കുന്നു? അൺകോൺഷ്യസ്. അനുകരണത്തിലൂടെയുള്ള പഠനം ലേണിംഗ് ബൈ ഒബ്സർവേഷൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൽഫ്രഡ് ബന്ദൂര. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ സ്ഥിരതയുള്ള ഗുണങ്ങളെ എന്ത് വിളിക്കുന്നു? ട്രെയ്റ്റുകൾ. മറ്റൊരാളുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവിനെ എന്ത് വിളിക്കുന്നു? എംപതി. കൗമാരപ്രായത്തെ സംഘർഷഭരിതമായ കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജി. സ്റ്റാൻലി ഹാൾ. ഒരു വ്യക്തിക്ക് തന്നിൽ തന്നെയുള്ള വിശ്വാസത്തെ എന്ത് വിളിക്കുന്നു? ആത്മവിശ്വാസം. മനുഷ്യന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ലിംബിക് സിസ്റ്റം. ഭയത്തിനെതിരെയുള്ള സ്വാഭാവിക പ്രതികരണം എന്നാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഐക്യു എന്നതിൻ്റെ പൂർണ്ണരൂപം ഇൻ്റലിജൻസ് കോഷ്യന്റ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയെ എന്ത് വിളിക്കുന്നു? ഡിസ്ട്രാക്ഷൻ. കുട്ടികളിലെ ബുദ്ധിവികാസത്തെക്കുറിച്ച് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പഠനം നടത്തിയത് ഇവരാരുമല്ല. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ ആശയങ്ങൾ അവതരിപ്പിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ്. മനഃശാസ്ത്രത്തിലെ ബിഹേവിയറലിസം പെരുമാറ്റവാദം എന്ന ശാഖയുടെ ഉപജ്ഞാതാവ് ജെ.ബി. വാട്സൺ. മറവി ഫോർഗറ്റിംഗ് സംബന്ധിച്ച് പഠനം നടത്തിയ പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ എബിൻഹോസ്. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ ബേസിക് നീഡ്സ് എന്നതിന് ഉൾപ്പെടുന്നത് വിശപ്പ്, ദാഹം. ഒരു ഉത്തേജനത്തിന് സ്റ്റിമുലസ് ശരീരം നൽകുന്ന പെട്ടെന്നുള്ള മറുപടിയെ എന്തു വിളിക്കുന്നു? പ്രതികരണം, റെസ്പോൺസ്. ബുദ്ധിശക്തി അളക്കുന്നതിനുള്ള ആദ്യത്തെ ശാസ്ത്രീയ പരീക്ഷണം നടത്തിയത് ആൽഫ്രഡ് ബിനെറ്റ്. ക്ലാസിക്കൽ കണ്ടീഷനിംഗ് എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇവാൻ പാവ്ലോ. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വുഡ്. മനഃശാസ്ത്രം എന്നാൽ എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പെരുമാറ്റവും മാനസിക പ്രക്രിയയും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ പെരുമാറുന്ന രീതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ജനിതകം, സാഹചര്യം, വ്യക്തിത്വം. താഴെ പറയുന്നവയിൽ ജൈവിക പ്രേരണ അല്ലാത്തത്? അംഗീകാരം. തിയറി സെറ്റ് അവതരിപ്പിച്ചത് വില്യം ഔച്ചി. പ്രേരണ ചക്രത്തിലെ ആദ്യ ഘട്ടം ഏതാണ്? ആവശ്യം. താഴെ പറയുന്നവയിൽ മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാൻ അധ്യാപകൻ ചെയ്യേണ്ടത് ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക. ശരീരത്തിൻ്റെ ആന്തരിക സന്തുലനാവസ്ഥ നിലനിർത്തുന്ന പ്രക്രിയ ഹോമിയോസ്റ്റാസിസ്. ഒരു ലക്ഷ്യത്തിലെത്താൻ വ്യക്തിയെ സഹായിക്കുന്ന ബാഹ്യവസ്തുക്കൾ അറിയപ്പെടുന്നത് ഇൻസെൻറ്റീവ്. അടിസ്ഥാനപരമായ ആവശ്യങ്ങളുടെ മുൻഗണനാക്രമം ഹൈറാർക്കി ഓഫ് നീഡ്സ് അവതരിപ്പിച്ചത് എബ്രഹാം മാസ്ലോ. ഒരു വ്യക്തിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രേരണ ഏതാണ്? ആന്തരിക പ്രേരണ. പ്രേരണയുടെ ഡ്രൈവ് റിഡക്ഷൻ തിയറി ആവിഷ്കരിച്ചത് ഹൾ. എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ ആവിഷ്കരിച്ചത് വിക്ടർ വ്രൂം. ഒരു വ്യക്തിക്ക് തൻ്റെ പരാജയത്തിന് യുക്തിപരമായ കാരണങ്ങൾ നിരത്തി ന്യായീകരിക്കുന്ന രീതി റാഷണലൈസേഷൻ. മരണചോദനയെ ഡെത്ത് ഇൻസ്റ്റിക്റ്റ് ഫ്രോയിഡ് വിശേഷിപ്പിച്ചത് താനറ്റോസ്. ജീവൻ നിലനിർത്തുവാനുള്ള ചോദനയെ ലൈഫ് ഇൻസ്റ്റിക്റ്റ് ഫ്രോയിഡ് വിളിച്ചത് ഈറോസ്. ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകം രചിച്ചത് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. മനസ്സിനെ വിശകലനം ചെയ്യാൻ ഫ്രോയിഡ് ഉപയോഗിച്ച പ്രധാന മാർഗം സ്വപ്ന വിശകലനം.
അംഗീകരിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുന്ന പ്രക്രിയ റിപ്രഷൻ. മറ്റൊരാളുടെ കുറ്റം സ്വന്തം കുറ്റമായി കാണുന്ന പ്രതിരോധ തന്ത്രം ഐഡന്റിഫിക്കേഷൻ. ലൈംഗിക താൽപ്പര്യങ്ങൾ താൽക്കാലികമായി അടിച്ചമർത്തപ്പെടുന്ന ഘട്ടം ലേറ്റൻസി സ്റ്റേജ്. ശൗചാലയ പരിശീലനം ടോയ്ലറ്റ് ട്രെയിനിങ് പ്രാധാന്യമുള്ള ഘട്ടം അനൽ സ്റ്റേജ്. മനോലൈംഗിക വികാസഘട്ടത്തിൽ ആദ്യത്തേത് ഏത്? ഓറൽ സ്റ്റേജ്. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ സ്വപ്നങ്ങൾ എന്താണ്? അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വ്യക്തി തന്റെ പരാജയത്തിന് മറ്റൊരാളെയോ മറ്റൊരു സാഹചര്യത്തെയോ കുറ്റപ്പെടുത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം? പ്രൊജക്ഷൻ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിലെ ഉത്കണ്ഠ കുറയ്ക്കാൻ കുട്ടി മുൻപത്തെ ഒരു ശീലത്തിലേക്ക്, ഉദാഹരണത്തിന് വിരൽ കുടിക്കുക, മടങ്ങുന്നതിനെ എന്ത് വിളിക്കുന്നു? റിഗ്രഷൻ. സ്വന്തം പരാജയത്തെ ന്യായീകരിക്കാൻ ലോജിക്കലായ കാരണങ്ങൾ കണ്ടെത്തുന്ന രീതി റേഷണലൈസേഷൻ. ഒരാൾ സ്വന്തം പരാജയങ്ങളെ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പ്രതിരോധ തന്ത്രം ഏതാണ്? പ്രക്ഷേപണം. പ്രൊജക്ഷൻ. കുട്ടികൾ കളിക്കിടെ മുതിർന്നവരെ അനുകരിക്കുന്നത് ഏത് ക്രമീകരണ രീതിയാണ്? താദാത്മ്യം. ഐഡന്റിഫിക്കേഷൻ. സാമൂഹികമായി അംഗീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെ ക്രിയാത്മകമായ വഴിയിലൂടെ തിരിച്ചു വിടുന്ന പ്രക്രിയ ഉദാത്തീകരണം. സബ്ലിമേഷൻ. പരീക്ഷയിൽ തോറ്റ കുട്ടി ചോദ്യപേപ്പർ കഠിനമായിരുന്നു എന്ന് പറയുന്ന പ്രതിരോധ രീതി യുക്തീകരണം. റേഷണലൈസേഷൻ. മാനസിക സംഘർഷം മൂലം ഒരാൾ തന്റെ കുട്ടിക്കാലത്തെ പെരുമാറ്റങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ എന്ത് വിളിക്കുന്നു? പ്രതിഗമനം. റിഗ്രഷൻ. ഓഫീസിലെ ദേഷ്യം വീട്ടിൽ വന്ന് ഭാര്യയോടോ കുട്ടികളോടോ തീർക്കുന്ന രീതി വിസ്ഥാപനം. ഡിസ്പ്ലേസ്മെന്റ്. താഴ്ന്ന നേട്ടങ്ങളുള്ള ഒരാൾ തന്റെ പോരായ്മ പരിഹരിക്കാൻ മറ്റൊരു മേഖലയിൽ കഠിനാധ്വാനം ചെയ്യുന്നു. പരിഹാരം. കോമ്പൻസേഷൻ. ഒരു വ്യക്തി തന്റെ ആഗ്രഹത്തിന് വിപരീതമായി പെരുമാറുന്ന രീതി പ്രതിപ്രവർത്തനം. റിയാക്ഷൻ ഫോർമേഷൻ. മനസ്സിന് പ്രയാസമുണ്ടാകുന്ന യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നത് നിഷേധം. ഡിനയൽ. ഒരു ലക്ഷ്യം നേടാൻ കഴിയാതെ വരുമ്പോൾ അതിനെക്കുറിച്ച് കാണിക്കുന്നത് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും. സോൾ ഗ്രേപ്സ്. റേഷണലൈസേഷൻ. തനിക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിൽ നിന്ന് പകൽക്കിനാവിലൂടെ രക്ഷപ്പെടുന്നത് ഡേ ഡ്രീമിംഗ്. ലൈംഗിക ഊർജത്തെ ഫ്രോയിഡ് വിളിച്ച പേര് ലിബിഡോ. യാഥാർത്ഥ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന മനസ്സിന്റെ ഭാഗം ഈഗോ. വ്യക്തിത്വത്തിന്റെ ധാർമ്മിക വശത്തെ പ്രതിനിധീകരിക്കുന്നത് എന്താണ്? സൂപ്പർ ഈഗോ. വ്യക്തിത്വത്തിന്റെ ആനന്ദ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാഗം ഇഡ്. മനുഷ്യ മനസ്സിനെ ഫ്രോയിഡ് എത്ര നിലകളായി തിരിച്ചിട്ടുണ്ട്? 3. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. അബോധ മനസ്സിലെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഫ്രോയിഡ് ഉപയോഗിച്ച മാർഗം ക്ലേശരഹിത സ്മരണ. ഫ്രീ അസോസിയേഷൻ. മനോലൈംഗിക വികാസത്തിന്റെ അവസാന ഘട്ടം ജനറ്റൈൽ ഘട്ടം. കുട്ടികളിലെ ഈഡിപ്പസ് കോംപ്ലക്സ് ഏത് ഘട്ടത്തിൽ പ്രകടമാകുന്നു? ഫാലിക് സ്റ്റേജ്. യാഥാർത്ഥ്യബോധത്തിന്റെ റിയാലിറ്റി പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഈഗോ. സുഖാന്വേഷണ തത്വം പ്ലഷർ പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഈത്. ഉത്കണ്ഠയിൽ നിന്നും ഇച്ഛാഭംഗത്തിൽ നിന്നും രക്ഷ നേടാൻ മനസ്സ് അബോധപൂർവമായി പ്രയോഗിക്കുന്ന തന്ത്രങ്ങളെ എന്തു വിളിക്കുന്നു? ഡിഫൻസ് മെക്കാനിസം. മാനസിക സമ്മർദ്ദത്തോട് ശരീരം പ്രതികരിക്കുന്ന ഘട്ടങ്ങളെ വിവരിക്കുന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹാൻസ് സെല്യ. ഒരേ സമയം ആകർഷകമായ 2 ലക്ഷ്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുന്ന പോസിറ്റീവായ മാനസിക സമ്മർദ്ദത്തെ എന്ത് വിളിക്കുന്നു? യൂസ്ട്രസ്. വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ബാഹ്യമോ ആന്തരികമോ ആയുള്ള സമ്മർദ്ദം സ്ട്രെസ്സേഴ്സ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആവിഷ്കരിച്ചത് ഹൊവാർഡ് ഗാർഡ്നർ. പ്രകൃതിയിലെ മാറ്റങ്ങളും ജീവജാലങ്ങളെയും തിരിച്ചറിയുവാനുള്ള കഴിവ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. പ്രകൃതിപരമായ ബുദ്ധി. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ്.
ഈ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദ്വിഘടന സിദ്ധാന്തം. ജെ.പി. ലിക്ക്ഫോർഡിന്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഗണിതരൂപങ്ങൾ, കാഴ്ച, അർത്ഥപരം, പ്രതീകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹി, സർദാർ പട്ടേൽ ഭവൻ. NHRC ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതായത് നിയമപരമായ പൊതുസ്ഥാപനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാനാകാൻ വേണ്ട യോഗ്യത: സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതി ജഡ്ജിക്കും ആകാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുവാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതി. മനുഷ്യാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്നത്? വകുപ്പ് 2D. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വർഷം 1948. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഏത് കോടതിയുടെ അധികാരമാണുള്ളത്? സിവിൽ കോടതി. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് രാജ്യസഭാ ചെയർമാൻ. പാരീസ് തത്വങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ മനുഷ്യാവകാശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ. മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പരാതി നൽകാൻ എത്ര കാലപരിധി ഉണ്ട്? സംഭവം നടന്ന് 1 വർഷത്തിനുള്ളിൽ. മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്ര ഹൈ കമ്മീഷണറുടെ ഓഫീസ് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡ്. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ എത്ര വകുപ്പുകളുണ്ട്? 30 വകുപ്പുകൾ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഏത് പദവിയാണ് വഹിക്കുന്നത്? എക്സ് ഒഫീഷ്യോ മെമ്പർ അഥവാ ഔദ്യോഗിക അംഗം. മനുഷ്യാവകാശ കമ്മീഷന് ശിക്ഷ നൽകുവാനുള്ള അധികാരമുണ്ടോ? ഇല്ല, ശുപാർശ നൽകാൻ മാത്രമേ സാധിക്കൂ. സുപ്രീം കോടതി മനുഷ്യാവകാശങ്ങളുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ച അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 21 ജീവിക്കുവാനുള്ള അവകാശം. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ ഏത് സെക്ഷൻ അനുസരിച്ചാണ് മനുഷ്യാവകാശം നിർവചിച്ചിരിക്കുന്നത്? സെക്ഷൻ 2D. സെക്ഷൻ 2D പ്രകാരം മനുഷ്യാവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാം? വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 3. കമ്മീഷൻ ചെയർപേഴ്സണെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതി. സെക്ഷൻ 4 പ്രകാരം. കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ച് വിശദീകരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12. സെക്ഷൻ 13 പ്രകാരം കമ്മീഷന് ഏത് കോടതിയുടെ അധികാരമാണുള്ളത്? സിവിൽ കോടതിയുടെ അധികാരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 21. മനുഷ്യാവകാശ ലംഘനങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 30. കമ്മീഷനിലെ അംഗങ്ങൾ IPC സെക്ഷൻ 21 പ്രകാരം എന്താക്കിയിട്ടാണ് കണക്കാക്കുന്നത്? സെക്ഷൻ 39 പ്രകാരം പബ്ലിക് സെർവന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കമ്മീഷന്റെ അന്വേഷണ നടപടികളെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? അധ്യായം 4.
മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ നൽകുന്ന വകുപ്പ് വകുപ്പ് 13. അന്വേഷണത്തിന് ശേഷം ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ശുപാർശ ചെയ്യാൻ കമ്മീഷന് അധികാരം നൽകുന്ന വകുപ്പ് വകുപ്പ് 18. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 31. കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് വകുപ്പ് 14. സംസ്ഥാന ഗവൺമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കുവാൻ അധികാരം നൽകുന്ന വകുപ്പ് വകുപ്പ് 41. പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തുവാനുള്ള കമ്മീഷന്റെ അധികാരം വകുപ്പ് 12. കേന്ദ്ര ഗവൺമെന്റിന് ചട്ടങ്ങൾ നിർമ്മിക്കുവാൻ അധികാരം നൽകുന്ന വകുപ്പ് വകുപ്പ് 40. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെടുന്ന വനിതകളുടെ എണ്ണം കുറഞ്ഞത് എത്രയായിരിക്കണം? 1. NHRCയുടെ ആപ്തവാക്യം മോട്ടോ സർവേ ഭവന്തു സുഖിന. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത വർഷം 2006-2019. NHRC അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആകെ എത്ര പേരുണ്ട്? 6 പേർ. NHRCയുടെ അന്വേഷണ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ആര്? ഡയറക്ടർ ജനറൽ. NHRC ആസ്ഥാനമായ മാനവ് അധികാർ ഭവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? INA ന്യൂഡൽഹി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാനുള്ള യോഗ്യത വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ഇടപെടാൻ കഴിയുക? സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന മാസിക മാനവീയം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ജുഡീഷ്യൽ മെമ്പർ ആകുവാനുള്ള യോഗ്യത വിരമിച്ച ജില്ലാ ജഡ്ജി, കുറഞ്ഞത് 7 വർഷം പരിചയം. പരാതികൾ നേരിട്ട് ബോധിപ്പിക്കാൻ കമ്മീഷൻ നടത്തുന്ന പരിപാടി സിറ്റിംഗ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ആര്? DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? 30 ദിവസം. ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യത്തിനോ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ വിവരങ്ങൾ നൽകണം? 48 മണിക്കൂർ. വിവരാവകാശ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കാണ് വിവരങ്ങൾ ചോദിക്കുവാൻ അവകാശമുള്ളത്? എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വിവരങ്ങൾ ലഭിക്കുന്നതിന് എത്ര രൂപ ഫീസ് അടയ്ക്കണം? ഫീസ് നൽകേണ്ടതില്ല. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. വിവരാവകാശ നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്? സെക്ഷൻ 8. വിവരാവകാശ നിയമപ്രകാരമുള്ള ആദ്യ അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസം. രണ്ടാമത്തെ അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 90 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഒരു പബ്ലിക് അതോറിറ്റി വിവരങ്ങൾ നൽകാൻ വൈകിയാൽ ഓരോ ദിവസവും എത്ര രൂപയാണ് പിഴ ഈടാക്കേണ്ടത്? 250 രൂപ. വിവരാവകാശ നിയമപ്രകാരം നൽകാവുന്ന പരമാവധി പിഴശിക്ഷ 25,000 രൂപ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹനദാസ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 6.
വിവരാവകാശ നിയമത്തിലെ ആകെ എത്ര സെക്ഷനുകളുണ്ട്? 31. വിവരാവകാശ നിയമത്തിന്റെ 2-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നത് ഒഴിവാക്കപ്പെട്ട രഹസ്യാന്വേഷണ സുരക്ഷാ സ്ഥാപനങ്ങൾ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ ഏത് ഭാഷ ഉപയോഗിക്കാം? ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ. വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചാൽ PIO അപേക്ഷകന് ഇത് അറിയിക്കേണ്ടതാണ്. ഉണ്ട്, കാരണം വ്യക്തമാക്കണം. വിവരാവകാശ നിയമത്തിന് മുൻപ് നിലവിലുണ്ടായിരുന്ന നിയമം ഏതായിരുന്നു? ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ രാജ്യം സ്വീഡൻ 1766. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ എത്ര രൂപയാണ് സാധാരണ ഫീസ്? 10 രൂപ. വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലാവധി. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് സഹായം നൽകാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ പ്രത്യേക ഫോറം നിർബന്ധമാണോ? അല്ല, വെള്ളക്കടലാസിൽ എഴുതി നൽകാം. മൂന്നാം കക്ഷിയെ സംബന്ധിച്ച വിവരമാണെങ്കിൽ PIO എത്ര ദിവസത്തിനുള്ളിൽ അവർക്ക് നോട്ടീസ് നൽകണം? 5 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരന് ലഭിക്കാത്ത വിവരം രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രഹസ്യ വിവരങ്ങൾ. വിവരം, ഇൻഫോർമേഷൻ എന്നതിനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ F. വിവരാവകാശം റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ J. പൗരന്മാർക്ക് വിവരാവകാശത്തിന് അർഹതയുണ്ടെന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് സെക്ഷൻ 3. പൊതു അധികാരികൾ പബ്ലിക് അതോറിറ്റീസ് വിവരങ്ങൾ സ്വമേധയാ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് സെക്ഷൻ 4 സബ്സെക്ഷൻ 1. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 5. വിവരങ്ങൾക്കായി അപേക്ഷ സമർപ്പിക്കേണ്ട രീതി വിവരിക്കുന്ന വകുപ്പ് സെക്ഷൻ 6. വിവരങ്ങൾ നൽകുവാനുള്ള സമയപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 7. ഒരാളുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നൽകണം? 48 മണിക്കൂർ. സെക്ഷൻ 7 സബ്സെക്ഷൻ 1. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയ കാര്യങ്ങൾ സെക്ഷൻ 8 പരാമർശിക്കുന്നു. പകർപ്പവകാശം ലംഘിക്കപ്പെടുന്ന വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കാമെന്ന് പറയുന്ന വകുപ്പ് 9. ഒരു രേഖയുടെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ നീക്കം ചെയ്ത് ബാക്കി വിവരങ്ങൾ നൽകാം എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 10. മൂന്നാം കക്ഷി വിവരങ്ങൾ തേർഡ് പാർട്ടി ഇൻഫോർമേഷൻ സംബന്ധിച്ച വകുപ്പ് ഏത്? സെക്ഷൻ 11. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 12. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 15. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ കാലാവധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 16. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നതോടെ റദ്ദാക്കപ്പെട്ട പഴയ നിയമം ഏത്? സെക്ഷൻ 31 പ്രകാരം ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 30. ഈ നിയമപ്രകാരം കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾ അതത് നിയമസഭകളിൽ പാർലമെന്റിൽ സമർപ്പിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 29. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സ്പീക്കർ തുടങ്ങിയ സക്ഷമ അധികാരികൾക്ക് ചട്ടങ്ങൾ നിർമ്മിക്കാൻ അധികാരം നൽകുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 28. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ചട്ടങ്ങൾ നിർമ്മിക്കുവാൻ സമുചിത സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 27. വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 25. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾ 2 മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 24 സബ്സെക്ഷൻ 2. ചില സുരക്ഷാ അന്വേഷണ ഏജൻസികളെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 24. കോടതികളുടെ ഇടപെടൽ വിലക്കുന്ന വകുപ്പ് സെക്ഷൻ 23. മറ്റ് നിയമങ്ങളേക്കാൾ വിവരാവകാശ നിയമത്തിന് പ്രാബല്യം നൽകുന്ന വകുപ്പ് സെക്ഷൻ 22. സദുദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് സംരക്ഷണം നൽകുന്ന വകുപ്പ് സെക്ഷൻ 21. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 20.
രണ്ടാം അപ്പീല് 90 ദിവസത്തിനുള്ളിൽ നൽകണം എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ 19 സബ്സെക്ഷൻ 3. അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 19. വിവരാവകാശ കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും പറയുന്ന വകുപ്പ് സെക്ഷൻ 18.